ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുര തരംഗം. അഞ്ചൽപ്പെട്ടി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും മറുമൊഴിയും. റേഡിയോ ജൻവാണി 90.8 FM അഞ്ചൽപ്പെട്ടി പ്രോഗ്രാമിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് അഞ്ചൽപ്പെട്ടിയിൽ എൻ്റെ കൂടെ ഉള്ളത് പുതിയൊരു ശബ്ദമാണ്. എന്നാൽ പുതിയതല്ല, ശ്രോതാക്കൾക്കെല്ലാം അറിയാം. അതെ, ഞാൻ പുതിയതല്ല, ശ്രോതാക്കൾക്ക് അറിയാം. കഴിഞ്ഞ ആഴ്ച ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ടോ? കത്തുകൾ ഇപ്രാവശ്യം കുറവാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വായിച്ചു തുടങ്ങാം. ആദ്യത്തെ കത്ത് വായിച്ചോളൂ. ആദ്യത്തെ കത്ത് 28-ാം തീയതിയിലെ സുവർണ സ്മൃതികളിൽ AM രാജ, ഉദയഭാനു, പി ലീല, ജാനകിയമ്മ, ബി വസന്ത എന്നീ വ്യത്യസ്ത ഗായകരുടെ ഗാനങ്ങൾ കേൾക്കാനായി. പതിവ് പോലെ 29-ാം തീയതിയിലെ രജനീഗന്ധി സ്പെഷ്യൽ എഡിഷൻ കേട്ടു. അക്കാലത്തെ മുൻനിര ഗായകരായ റാഫി, തലത് മെഹമൂദ്, മുകേഷ്, ലത, ആശ എന്നിവരുടെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. മുഹമ്മദ് റാഫി, ലതാ മങ്കേഷ്കർ ടീമിന് ശേഷം സംഗീത ശ്രോതാക്കൾ ഏറ്റെടുത്ത പ്രിയങ്കര ജോഡിയാണ് കിഷോർ കുമാർ, ലതാജി ടീം. 1-ാം തീയതിയിലെ രജനീഗന്ധിയിൽ ഇവരുടെ ഏതാനും ഗാനങ്ങൾ കേൾക്കുകയുണ്ടായി. ഇതിൽ ഹമാരെ സിവ, കജ്ര ലഗ, കിഷോർ ലത ടീം യുഗ്മഗാനങ്ങളിൽ ചിലതാണ്. ദക്ഷിണേന്ത്യൻ സിനിമയിലെ ആദ്യകാല ഗായകരിൽ പ്രമുഖരാണ് പി സുശീല, AM രാജ, PB ശ്രീനിവാസ്, TM സൗന്ദരരാജൻ മുതലായവർ. ഈ അതുല്യ പ്രതിഭകളുടെ ഗാനങ്ങളായിരുന്നു 4-ാം തീയതിയിലെ തമിഴ് വാണിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ശ്രീധരൻ അവണൂർ. ശ്രീധരൻ അവണൂർ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ് അല്ലേ? ഏതായാലും സന്തോഷം. അഭിപ്രായങ്ങൾ തുടർന്നും എഴുതുക. നമുക്ക് അടുത്ത കത്തിലേക്ക് പോവാം. അഞ്ചൽപ്പെട്ടിക്ക് നമസ്കാരം. ഞാൻ ലൂസി ആൻ്റണി കടവന്ത്ര. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അഞ്ചൽപ്പെട്ടിയിലേക്ക് എഴുതുന്നത്. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ് എന്ന പുലിമുരുകൻ സിനിമയിലെ ഡയലോഗിനെ അന്വർത്ഥമാക്കുന്ന വിധം ആശംസാഗാന പരിപാടിയിൽ തിരിച്ചെത്തിയതിൽ സന്തോഷം. ആ തിരിച്ചുവരവിൽ ഏറെ പുതുമകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉപമപ്പെടുത്തിയത്. ഇപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ ഗാനം ആവശ്യപ്പെടുന്ന നിരവധി ശ്രോതാക്കളുടെ പേരുകൾ കേൾക്കാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷം. ഞാൻ ആവശ്യപ്പെടുന്ന ഗാനം കേൾപ്പിക്കുമ്പോൾ എനിക്ക് സന്തോഷമാകും എന്നത് വസ്തുതയാണ്. എങ്കിലും മറ്റു ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളും ഞാൻ ആസ്വദിക്കാറുണ്ട്. ആ ഗാനങ്ങൾക്കിടയിൽ നിമ്മിയുടെ ചില വിഷയത്തെക്കുറിച്ചുള്ള വിവരണവും കൂടി കേൾക്കുമ്പോൾ ആ 1 മണിക്കൂർ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം ലഭിക്കുന്നുവെന്നത് മറ്റൊരു വാസ്തവമാണ്. താങ്ക് യു നിമ്മി ആൻഡ് ജൻവാണി. വീണ്ടും എഴുതാം. സ്നേഹപൂർവ്വം ലൂസി ആൻ്റണി കടവന്ത്ര. വീണ്ടും എഴുതണം അല്ലേ? അടുത്ത കത്ത് വായിച്ചോളൂ. അടുത്ത കത്ത്. ഞാൻ ജൻവാണി സ്റ്റേഷനിലൂടെ ആദ്യം പരിചയപ്പെട്ടത് ദീപയെയും അനിൽ സാറിനെയുമായിരുന്നു. അതിനുശേഷം പലരെയും അറിയാൻ തുടങ്ങി. ദീപയാണ് എന്നെ ഒത്തിരി പ്രോഗ്രാംസ് പരിചയപ്പെടുത്തിയതും. ജൻവാണി സ്റ്റേഷൻ മികച്ചതാണ്. ഞാൻ 2.5 വർഷമായി ഈ സ്റ്റേഷനിലെ പ്രോഗ്രാം കേൾക്കുന്നു. എനിക്കതിലെ പ്രോഗ്രാംസ് ഇഷ്ടമാണ്. ഫുൾ ടൈം ആപ്പിൽ കേൾക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഒരു കുറവ് മാത്രമേ എനിക്കുള്ളൂ. നമ്മളൊരു പ്രശ്നം പറഞ്ഞാൽ പോലും ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അവർ പറഞ്ഞു തരാറുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 1 തൊഴിലാളി ദിനത്തിൽ രാവിലെ 9 മണിക്ക് പ്രക്ഷേപണം ചെയ്ത വാട്സപ്പ് ആശംസാ ഗാനങ്ങളിൽ ഓരോ തൊഴിലാളിയെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ മനോഹരമായിരുന്നു. അതുപോലെ മെയ് 7 വാട്സപ്പ് ആശംസാ ഗാനങ്ങളിൽ പ്രക്ഷേപണം ചെയ്ത പാട്ടുകളും ജീവിതം എന്ന വേഷത്തെക്കുറിച്ചുള്ള ടോപ്പിക്കും സൂപ്പറായിരുന്നു. ഈ കത്തും എഴുതിയിരിക്കുന്നത് റാണി വർഗീസ്. ലൂസി ആൻ്റണി കടവന്ത്ര, റാണി വർഗീസ് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് വാട്സപ്പ് ആശംസാ ഗാനങ്ങളുടെ മാറ്റത്തെക്കുറിച്ചാണ്. ഈ മാറ്റം അവർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞൊരു കാര്യം. തീർച്ചയായിട്ടും നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതുപോലെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ വിമർശനങ്ങളും കൂടി ആവാം അല്ലേ? തീർച്ചയായിട്ടും നമുക്കത് പരിപാടികളെ പുതുക്കാൻ വേണ്ടി സഹായിക്കും. ഏതായാലും നമുക്ക് അടുത്ത കത്തിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ വാട്സപ്പ് ആശംസാ ഗാനങ്ങളിൽ നമ്മൾ ഒരു ഇടവേള കൊടുക്കാറുണ്ടല്ലോ. ആ ഇടവേള എന്ന് പറയുന്നത് 5 ദിവസം എന്ന് നമ്മൾ നേരത്തെ അഞ്ചൽപ്പെട്ടിയിൽ പറഞ്ഞതാണെങ്കിലും പല ശ്രോതാക്കളും വീണ്ടും നമ്മുടെ ലിസണേഴ്സ് ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട്. കൂടാതെ നിലയത്തിൽ വിളിച്ചും ചോദിക്കുന്നുണ്ട്. 5 ദിവസം കഴിഞ്ഞാൽ പാട്ട് പ്ലേ ചെയ്യാം എന്നുള്ളൊരു ഗ്യാരണ്ടി ഒന്നും നമ്മൾ പറയുന്നില്ല. അതിവിടെ റിക്വസ്റ്റുകൾ കൂടുതൽ വരുന്നതിനനുസരിച്ച് അവരുടെ സാധ്യത കുറച്ച് കുറയും. പക്ഷേ അവർ വെയിറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ ഇഷ്ടഗാനങ്ങളും കൂടി അവർ കേൾക്കുക. ഇപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലൂസി ആൻ്റണി കടവന്ത്ര പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള ആളുകളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുമ്പോൾ കൂടി അവർക്ക് സന്തോഷം തോന്നുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മളൊരു മാതൃകയായിരിക്കണം എന്നുള്ളതാണ് ലിസണേഴ്സിനോട് പറയാനുള്ളത്. അടുത്ത കത്തിലേക്ക് പോകാം. അടുത്ത കത്ത്. തളിരുകൾ എന്ന ചിത്രത്തിലൂടെയാണ് AT ഉമർ എന്ന സംഗീത സംവിധായകന്റെ രംഗപ്രവേശം. തുടർന്ന് ആഭിജാത്യം, ആൽമരം മുതലായ ചിത്രങ്ങളിലൂടെ ഹിറ്റുകൾ നൽകിയെങ്കിലും അദ്ദേഹം ഒരു തിരക്കുള്ള സംഗീതകാരനാകുന്നത് IV ശശിയുടെ വരവോടെയാണ്. അവളുടെ രാവുകളുടെ വിജയത്തോടെ AT ഉമറിന് ആവശ്യക്കാർ ഏറെയായി.
അവസരങ്ങളെല്ലാം ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളെ കൊണ്ടും സമ്പന്നമാക്കി. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളായിരുന്നു 5-ാം തീയതിയിലെ സുവർണ സ്മൃതികളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഏതുതരം ഗാനങ്ങളായാലും അവ ശ്രോതാക്കളിൽ എത്തിക്കുവാനുള്ള ദേവരാജൻ മാഷിന്റെ കഴിവ് അപാരമാണ്. ഉദാഹരണങ്ങളേറെയാണ്. ഈ അതുല്യ പ്രതിഭ ചിട്ടപ്പെടുത്തിയ ഡോക്ടർ എന്ന ചിത്രത്തിലെ ഗാനങ്ങളായിരുന്നു 6-ാം തീയതിയിലെ ഗാനമഞ്ജരിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പി സുശീല, പി ലീല, യേശുദാസ്, മെഹബൂബ് മുതലായവർ പാടിയ കൽപ്പനയാകും യമുനാ നദിയുടെ, വിരലൊന്നു മുട്ടിയാൽ, വണ്ടി പുകവണ്ടി മുതലായവ ഇന്നും ശ്രോതാക്കളുടെ മനസ്സുകളിൽ പച്ചപിടിച്ചു നിൽക്കുന്ന വാടാമലരുകളാണ്. 6-ാം തീയതിയിലെ രജനീഗന്ധി സ്പെഷ്യൽ എഡിഷൻ ശ്രദ്ധിച്ചു. പതിവ് പോലെ ഹൃദ്യം, ഷിഖായത്ത് എന്ന പദം വരുന്ന ഗാനങ്ങൾ എന്ന സവിശേഷതയും പ്രസ്തുത എഡിഷൻ ഉണ്ടായിരുന്നു. ഒരു ഉച്ചപ്പാട്ട് കേട്ടുകൊണ്ടാണ് ഞാൻ ജൻവാണിയുടെ ശ്രോതാവാകുന്നത്. ഒത്തിരി ശ്രോതാക്കളെ ആകർഷിക്കുവാനും അതിഥികളായി എത്തിക്കുന്ന ഉച്ചപ്പാട്ടിന് കഴിഞ്ഞിരുന്നു. എക്സിക്യൂട്ടീവ് വിനീത് കുമാർ അവതരിപ്പിച്ച 6-ാം തീയതിയിലെ ഉച്ചപ്പാട്ട് ശ്രദ്ധേയമായി. ഈ എഴുത്ത് എഴുതിയിരിക്കുന്നത് ശ്രീധരൻ അവണൂർ. ശ്രീധരൻ അവണൂർ എല്ലാ പരിപാടികളും ശ്രദ്ധിച്ച് കേൾക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, സാധാരണ കത്തുകൾ വരാറുണ്ട്. ഇത്തവണ കത്തുകളൊന്നും കണ്ടില്ല. കത്തുകളില്ല, തപാൽ കത്തുകളില്ല. കുഞ്ഞിപ്പ, നഫീസ പന്താവൂർ, പിന്നെ അതുപോലെ ആരാണ്, വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ അല്ലേ, പിന്നെ രവീന്ദ്രൻ ചമ്പാട് അയക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ ഇത്തരം കത്തുകളൊന്നും കാർഡുകളൊന്നും ഇത്തവണ വന്നിട്ടില്ല. അത് വരുന്നു പ്രതീക്ഷിക്കാം അല്ലേ? അതെ, വരും. തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ അവരോട് നമുക്ക് തുടർന്നും കത്തുകൾ എഴുതണം എന്നാണ് പറയാനുള്ളത്. ഇന്നത്തെ അഞ്ചൽപ്പെട്ടിയുടെ സമയം ചുരുക്കാം അല്ലേ, കാരണം നമുക്ക് കത്തുകൾ കുറവായതുകൊണ്ട് ചുരുക്കാം. വിലാസം പറയാം. അഞ്ചൽപ്പെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ജൻവാണി 90.8 FM, പാനൂർ 670-692. ഇനി വാട്സപ്പ് നമ്പർ പറയാം. 8330808904. ഒരിക്കൽ കൂടി പറഞ്ഞോളൂ. 8330808904. കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ശ്രോതാക്കൾ കൂടി കത്തെഴുതുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് അഞ്ചൽപ്പെട്ടി ഇന്ന് അവസാനിപ്പിക്കാം. അഞ്ചൽപ്പെട്ടി സമാപിച്ചു.